ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുപയർ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ കുതിർന്ന് കിട്ടണം. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഹോളിലുള്ള ഒരു കൊട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. അപ്പോൾ ഞാനിത് ഇന്ന് ഒന്ന് പുതിർത്തിയെടുത്തതിന് ശേഷം നമ്മളത് കിഴി കെട്ടി വെക്കുകയാണെങ്കിൽ നാളെയാണ് ബാക്കി പരിപാടികൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റമദാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടെ കുടിക്കോ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം. അപ്പോൾ നമ്മളെടുത്ത് വെച്ച് കിഴിയാക്കി പുതിർത്തിയ ഇത് ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് മുള വന്ന് തുടങ്ങി. ഇന്നലെ ഒരൊറ്റ രാത്രി മാത്രമേ നമ്മളത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നത് ഇതാണ്. ഇത് ഞാൻ കുറച്ച് ചകിരിച്ചോറ് മാത്രമാണ് കേട്ടോ. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഏത് ഇത് വേണമെങ്കിലും നമുക്ക് മുളപ്പിച്ചെടുക്കാം കേട്ടോ. ഗ്രീൻ പീസ് ആണെങ്കിലും കടലയാണെങ്കിലും കടുക്, ഉലുവ, മുതിര എല്ലാം നമുക്ക് ഇതേപോലെ. പക്ഷേ ഈ ഒരു ചെറുപയർ വരുന്ന പോലെ ഇല വരാൻ കുറച്ച് താമസമാണ് കേട്ടോ. മറ്റേതൊക്കെ ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടും. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ് ഒന്നും ആർക്കും പറഞ്ഞു തരേണ്ടി വരില്ല. കാരണം അത്രയും ബെനിഫിറ്റുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഇത് നകക്കെ ഇതിലേക്ക് സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പ് ഞാനൊരു പേപ്പർ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടിഷ്യൂ കയ്യിലുണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കും. പിന്നെ കയ്യിൽ ടിഷ്യൂ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തത് ഇടക്കിടക്ക് ഇതിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇടക്കിടക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതൊരു ഇരുട്ടുള്ള ഭാഗത്ത് ആയിരിക്കും വെക്കാൻ നല്ലത്. എന്നിട്ട് നമുക്ക് ഓരോ ദിവസത്തെയും വളർച്ച നമുക്ക് കാണാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ഞാൻ ട്രേയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഹോൾസ് ഉള്ള നമ്മുടെ ഈ ഒരു കൊട്ട ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തു. ഇനി കുറച്ച് പയറും കൂടി ബാക്കിയുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏതിലാണ് നമുക്ക് 3 ഒരേ സമയത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സമയം ഇതേപോലെ ചെയ്യാട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വെള്ളം ഇത്രയും വേണമെന്നില്ല കേട്ടോ. അതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിവാക്കും. അതിങ്ങനെ അതായത് മുങ്ങി നിന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കണം നിങ്ങൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം എടുത്ത് കുറച്ച് ഏറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം ഒഴിവാക്കും കേട്ടോ. ഇനി നമുക്ക് ഓരോ ദിവസത്തെയും വളർച്ച കണ്ടതിന് ശേഷം ബാക്കി ഞാൻ പറയാം കേട്ടോ. നമ്മളെ മൈക്രോ ഗ്രീൻസിൻ്റെ വിളവെടുപ്പായിരുന്നു കേട്ടോ. അതാണല്ലോ നല്ല പച്ച ഇലയാണ്. പിന്നെ ഇത് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വെച്ചതാണ്. ഇത് കുറച്ച് മഞ്ഞ കളറാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ വെച്ചാൽ ഇതേപോലെ ഇരിക്കും. മണ്ണിലും വെള്ളത്തിലും ഉണ്ടാക്കിയാൽ.